നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ വഴികൾ എന്ന ആത്മിക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് സിസ്റ്റർ കുഞ്ഞുമോൾ ജേക്കബാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതോടൊപ്പം തന്നെ ദൈവം തന്നെ അയക്കുന്ന സകല മേഖലകളിലും വിശ്വസ്തയോടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസിയിലൂടെ തന്റെ ജീവിത പശ്ചാത്തലവും തന്റെ സാക്ഷ്യവും നമുക്ക് കേൾക്കാൻ കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ആന്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നസ്രേന്റെ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്കിങ്ങനെ അവസരം തന്ന എൻ്റെ സാക്ഷ്യവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരത്തക്കവണ്ണം ഒരവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബ്രദർ ജിജിൻ വർഗീസിനായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ ജിജിൻ വർഗീസ് ബ്രദറിനെ ഞാൻ പരിചയപ്പെടുന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് താൻ രൂപീകരിച്ചിരുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ ദൈവത്തിന്റെ തിരുവചനം എല്ലാ ദിവസവും എനിക്ക് തോന്നുന്ന ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് തിരുവചനവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ കേൾവിക്കാരായുള്ള അനേകർക്ക് അത് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീർന്നിട്ടുണ്ട്. പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കൃപ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനായും ഞാൻ കർത്താവിന് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവദാസനെ കുടുംബത്തെയും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങളുടെ വഴിയിലൂടെ ഈ നസ്രേന്റെ വഴി എന്ന ഈ ചാനൽ ആമേ സ്തോത്രം തന്റെ ജീവിതത്തിലും ഇത് അത്ഭുതങ്ങളുടെ വഴിയായി സ്വർഗം ചെയ്ത എല്ലാ ദൈവിക അത്ഭുതങ്ങൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് കേൾവിക്കാരായി ഇതിനു ശേഷവുമായി തിരുവചനം സാക്ഷ്യവും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ആദ്യമായി പറയുവാനുള്ള ഒന്ന്, നസ്രേന്റെ വഴി ഏറ്റവും ചൊവ്വുള്ള വഴിയാണ്. സ്തോത്രം. അത് സത്യമായ വഴിയാണ്. അതാരെയും നിലത്തിൽ നടത്തുന്ന വഴിയാണ്. ആരെയും ആശ്വസിപ്പിക്കുന്ന വഴിയാണ്. ആരെയും രൂപാന്തരപ്പെടുത്തുന്ന വഴിയാണ്. ആരിലും സമാധാനവും സന്തോഷവും പകരുന്നതാണ്. നിത്യതയിൽ എത്തിക്കുന്ന വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിനായി ഞാൻ കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ ആമേൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവം ചെയ്ത നന്മകളെ പറ്റി പറയുവാനും ആണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോം. ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഓർപ്പിച്ച് ആമേ സ്തോത്രം, അതിന് സ്തോത്രം പറയുമ്പോൾ അത് വലിയ അനുഗ്രഹമാണെന്ന് തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കും. ആദ്യമായി ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാമത്തെ വാക്യം. യിരെമ്യാ ചാപ്റ്റർ 33 വേഴ്സ് 9. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുൻപാകെ അത് എനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവും ആയിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവസമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത നന്മകളെ ആമേൻ അത് ഘോഷിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഈ മഹാദൈവത്തെ കുറിച്ചുള്ള ഭയം വരത്തക്കവണ്ണം, ഭയം എന്ന് പറയുന്ന പേടിച്ച് ഓടിച്ച് ഒളിക്കുക എന്നല്ല, പിന്നെയോ ഭയപ്പെട്ട് ഭക്തിയോട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരത്തക്കവണ്ണം യോഗ്യരാക്കി തീർക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട്
ദൈവം ചെയ്യുന്ന നന്മകളെ ഘോഷിക്കുവാൻ നാം സന്നദ്ധരാകണം. അതിൽ കലർപ്പ് ചേർക്കാതെ, കൂട്ടാതെ, കുറയ്ക്കാതെ, സ്തോത്രം, സത്യസന്ധമായി ദൈവസന്നിധി എന്ന ബോധ്യത്തോട് ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ പ്രസ്താവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് വിരോധമായി സംസാരിക്കുന്നവരുണ്ടായിരിക്കാം. സ്തോത്രം, ചിലപ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അതിന്റെ നടുവിൽ വിശ്വസ്തയോട് ദൈവം ചെയ്ത നന്മകളെ പ്രസ്താവിച്ചാൽ അത് തിരുനാമത്തിന് മഹത്വമാണെന്ന് തിരുവചനം തന്നെ നമ്മെ, അത് പുകഴ്ചയാണ്, അത് ആനന്ദമാണ്, അത് മഹത്വമാണ്, അത് അനേകർക്കും വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിനായി ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. എന്നെ ചിലരൊക്കെയും ടെസ്റ്റ് മണിക്കായിട്ട് ഇതിനു മുമ്പേയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ എങ്ങും തന്നെ ടെസ്റ്റ് മണി പറയാനായി അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ തയ്യാറായില്ല. എന്നാൽ കർത്താവിന്റെ ദാസൻ ജിജിൻ വർഗീസ് ബ്രദർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കർത്താവിനോട് ചോദിച്ചു, സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ നാവിന്റെ മേൽ സ്തോത്രം ഒരു കാര്യം പോലും കൂടുതൽ പറയുവാനോ, സ്തോത്രം, കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ സാക്ഷ്യമൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞിട്ട് സ്തോത്രം ഇവിടെ കയ്യടിയൊക്കെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം, സ്വർഗത്തിലെത്തണം, നിത്യതയിലെത്തണം, അതാണല്ലോ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യതയ്ക്ക് തടസ്സമായുള്ള സാക്ഷ്യങ്ങളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ കേരളത്തില് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമപ്രദേശമായിരിക്കുന്ന സുതത്തോട്ടിൽ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പിതാവ്, എനിക്ക് പിതാവ്, മാതാവ്, 3 സഹോദരങ്ങള്. ഞങ്ങൾ 3 പേരാണ് മക്കള്. 2 സഹോദരങ്ങൾ, ഒരു സഹോദരനും ഒരു സഹോദരിയും, ഞാനും. മാതാവ്, പിതാവ്, എൻ്റെ അപ്പച്ചന്റെ അനുജൻ കുടുംബം, കുഞ്ഞുങ്ങള്, എൻ്റെ വലിയപ്പച്ചന് ഒക്കെ അടങ്ങിയ ഒരു കുടുംബം ആയിരുന്നു ഞങ്ങളുടേത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ വലിയമ്മച്ചി ലോകം വിട്ടു പോയത് കൊണ്ട് എനിക്ക് അറിവില്ല. ദൈവത്തിന് സ്തോത്രം. മർത്തോമായുടെ പാരമ്പര്യമാണ് എൻ്റെ പിതാവിന്റെ കുടുംബം. സ്തോത്രം. ദൈവ അച്ഛന്മാരും ഉപദേശിമാരും തിരുമേനിമാരും ഒക്കെയുള്ള എൻ്റെ പിതാവിന്റെ കുടുംബം. ആ കുടുംബത്തിൽ സ്തോത്രം, എൻ്റെ മാതാവും എൻ്റെ പിതാവും ഒക്കെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. അവരറിഞ്ഞ സത്യത്തിൽ അവര് യഥാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആ നാളുകളിൽ നിന്നില്ല എന്നുള്ളത് ഒരു സത്യമായ അവസ്ഥയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മർത്തോമായും വെന്തിക്കോസും ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ പോയ കാലഘട്ടം. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ അറിയുവാൻ എനിക്കിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാതാവും പിതാവും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാതാവ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എൻ്റെ പിതാവും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയോടൊപ്പം തന്നെ നീതിമാനായ ഒരു മനുഷ്യനും ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2 പേരും ഇന്ന് ലോകത്തിൽ ഇല്ല. അവരെ വിശ്വസിച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ദൈവത്തിന്റെ വചനം എന്തുവാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, വൈസന്ധ്യ പ്രാർത്ഥനയുണ്ട്, പ്രഭാതത്തിൽ പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെയുണ്ട്. എൻ്റെ വലിയപ്പച്ചനാണ് വലിയൊരു ഉപദേശിയും ഒരു പ്രാസിംഗനൊക്കെ ആയിരുന്നു. എൻ്റെ പിതാവായിരുന്നെങ്കിലും സുവിശേഷമൊക്കെ വിളിച്ചു പറയുന്ന ഒരു പരസ്യവും ഒക്കെ ചെയ്യുന്ന പിതാവായിരുന്നു. സ്തോത്രം. എന്നാൽ എനിക്ക് അത്രമാത്രമൊന്നും യേശുവിനെ പറ്റി, യേശുവിന്റെ സ്നേഹത്തെ പറ്റിയോ ദൈവത്തിന്റെ വചനമോ ഒരു പാട്ട് പാടിയാൽ അതിന്റെ അർത്ഥമോ അതൊന്നും അറിവില്ലായിരുന്നു. എനിക്കൊരു അറിവും ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു. അതെന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ദൈവവചനം വായിക്കും. അത് ഞാൻ സുവിശേഷങ്ങളാണ് വായിക്കുന്നത്. എല്ലാവരും സങ്കീർത്തന പുസ്തകങ്ങളാണ് വായിക്കുന്നെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സുവിശേഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒരു 200 പ്രാവശ്യത്തിലധികം ഞാൻ എൻ്റെ ചെറുപ്രായങ്ങളിൽ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനൊരു കാരണമുണ്ട് എൻ്റെ ജീവിതത്തിൽ.
എനിക്ക് ദൈവവചനം ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ എനിക്ക് അത് നിർത്താൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും. എന്താ വായിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തോ വായിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. സ്തോത്രം, വായിക്കും. ഇത് ബൈബിൾ ആണെന്നറിയാം, ചർച്ചയിൽ കൊണ്ടുപോകുന്ന പുസ്തകമാണെന്നും അറിയാം. സ്തോത്രം, വചനം വായിക്കും. അമേ എന്നാൽ ഞാനിങ്ങനെ വായിച്ചു കുറെ അധ്യായങ്ങൾ, കുറെ നേരം ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ച് കുറെ സമയം കഴിയുമ്പോൾ ഞാൻ തന്നെത്താൻ കരയാൻ തുടങ്ങും. സ്തോത്രം, അത് എന്തുവാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. എന്നാൽ അത് പിന്നീട് എനിക്കത് മനസ്സിലാക്കി കർത്താവ് തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിന്നെ ഒരു സ്വല്പ സമയം കൂടെ, ഒരു 2-3-4 വാക്യങ്ങളുടെ പിന്നെ വായിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വലുതായി ഹൃദയം പൊട്ടി ഞാൻ ദൈവസന്നിധി കരയാൻ തുടങ്ങും. സ്തോത്രം. പിന്നെ സ്തോത്രമൊക്കെ പറഞ്ഞ് ചെറിയ പ്രാർത്ഥനയുണ്ടല്ലോ, അങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിലല്ല, അതെനിക്ക് തോന്നുന്നു ഒരു 10-15-20 വർഷത്തിന് മുമ്പ് വരെയും എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനെ നന്ദിയോട് വാഴ്ത്തുന്നു. അതെന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമായിരുന്നു എന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായി ഞാൻ സ്തോത്രം, എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ നല്ലതുപോലെ എനിക്ക് ദൈവം പഠിക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ അധികം പേരൊന്നും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ജയിച്ചില്ല. ആ സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് ജയിക്കുവാൻ. അതിനുശേഷം അന്ന് പ്രീ ഡിഗ്രിയാണ്, അതിനെ പോയി പഠിച്ചു, ജയിച്ചു. പിന്നെ ടൈപ്പ് ഷോർട്ടാനും ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച ആ സമയങ്ങളിൽ എൻ്റെ വിവാഹം നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ആയിരിക്കുന്നു. അന്ന് അപ്പോൾ 40 വർഷമായി മുംബൈ പട്ടണത്തിലാണ് ഞങ്ങൾ പാർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങൾ ആദ്യം വരുന്നത് ഉല്ലാസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാർക്കുന്നത്, താന ഡിസ്ട്രിക്റ്റില്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാത്തിനും എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നീണ്ട വർഷക്കാലം ഈ പട്ടണത്തിൽ കർത്താവിനെ ഞങ്ങളെ കുടുംബമായി ക്ഷേമത്തോട് ദൈവം ഇന്ന് വരെ, ഈ സമയം വരെ നിലനിർത്തി. അതിന് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ അനുഭവസാക്ഷ്യങ്ങളൊന്നും ഞാൻ പ്രിയ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അധികമൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് എൻ്റെ അനുഭവസാക്ഷ്യങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചു. അത് മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിരമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഓർത്ത് ദൈവസന്നിധി രാത്രിയുടെ യാമങ്ങളിൽ കരയാറുണ്ട്. സ്തോത്രം. ഞാൻ അങ്ങനെ കരയുന്നത് ആ ദിവസങ്ങളിൽ ദൈവം എന്നോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് എല്ലാ സമയത്തും കരയുന്ന കരച്ചിലല്ല. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ഇതൊക്കെ ചിന്തിച്ച് സ്തോത്രം, ഞാൻ ദൈവസ്നേഹത്തിന്റെ ആഴം എന്നെ പലപ്പോഴും വളരെ എൻ്റെ ഹൃദയത്തിൽ സങ്കടം കൊണ്ടല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുവാൻ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, അവൻ നമ്മെ തേടിയാണല്ലോ വന്നത്, നാം അങ്ങേ തേടി പോയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ തേടി വന്ന സ്നേഹം വലുതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഇന്ന് ആരെങ്കിലും ആമേൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ മെസ്സേജ്, ഈ സാക്ഷ്യം കേൾക്കുന്നു എങ്കിൽ, കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നത്, അല്ലെ കർത്താവിനെ നാം ആരാധിക്കേണ്ടത്, നമ്മള് സ്തോത്രം നിത്യ നരകത്തിൽ പോകുമെന്ന് ഓർത്തൊന്നും അല്ല കേട്ടോ. കർത്താവിന്റെ ആ സ്നേഹത്തെയും ഓർത്ത് നമ്മെ സ്നേഹിച്ച് ഇറങ്ങി വന്ന, തേടി വന്ന, മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്ന ആ മഹാസ്നേഹം, ആ സ്നേഹം നമ്മളിൽ പകരുന്ന, നമ്മെ നടത്തുന്ന ആ വിധങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലരും എന്താ സ്തോത്രം
നരകത്തെ പേടിച്ചൊക്കെ യേശുവിൽ വിശ്വസിക്കാറുണ്ട്. ദൈവസ്നേഹം ഓർത്ത് ഇറങ്ങി നമുക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവരാശിയെ സ്നേഹിക്കുന്ന സ്നേഹം അത് വലുതാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതറിഞ്ഞ് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നിത്യതയിൽ ലഭിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്നാ എന്റെ ഈ ചെറിയ അറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ വന്ന് ഒരു ജോലി എനിക്ക് ലഭിക്കുവാനിടയായി. ജോലിയിൽ കയറി. എന്നാൽ എന്നെ ഓഫീസിലുള്ള ഞങ്ങളുടെ മാനേജ്മെന്റ് തന്നെ എന്നെ പല കോഴ്സുകൾ പഠിപ്പിക്കുവാൻ ഇടയായി. അവരെന്നെ കമ്പ്യൂട്ടർ വരെ ടെലക്സ്, അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് കുറച്ചുകൂടെ എനിക്ക് ചെയ്യാനൊന്നും വേണമായിരുന്നു. അത് പിന്നെ അക്കൗണ്ടൻസി, അങ്ങനെ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് കോഴ്സ്. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പം കമ്പ്യൂട്ടറിന്റെ മിക്കവാറും കാര്യങ്ങളൊക്കെയും അന്നത്തെ കാലത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള, ഇപ്പോഴത്തെ മീൻസ് അല്ല, സോഫ്റ്റ്വെയർ ഒന്നും അല്ല, സാധാരണ ഒരു ഓഫീസിൽ ആവശ്യമായിട്ടുള്ളതൊക്കെയും അവര് തന്നെ ഫീസ് മുടക്കി പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ചെറിയ ഒരു ഓഫീസായിരുന്നു, 4-5 പേര് മാത്രമുള്ള. പിന്നീട് അത് വളരെ വളരുവാൻ അനേക ബ്രാഞ്ചുകൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുവാൻ ഒക്കെ ദൈവം കൃപ ചെയ്തു. ചെന്നിടത്തൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലും സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഈ മുംബൈ പട്ടണത്തിൽ, അമേ സ്തോത്രം, എന്റെ വിവാഹത്തിന്, അമേ സ്തോത്രം, ഞാൻ ഒരു കർത്താവിന്റെ സ്നേഹം എന്നെ തേടി വന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്രായത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞു. ഞാന് സ്നാനപ്പെട്ടതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകമൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ എനിക്ക് മർത്തോമ പള്ളിയിൽ പോയി ആരാധിക്കുമ്പോൾ ഒക്കെ ഒരു തൃപ്തിക്കുറവ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. സ്തോത്രം. എനിക്കൊരു മനസ്സിനൊരു അസ്വസ്ഥത എന്നെ ഭരിക്കുവാൻ, ചില നാളുകൾ എന്നെ അത് ഭരിക്കുവാനിടയായി. ആ സമയങ്ങളിലൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവശബ്ദമാണെന്നോ ഒന്നും അത്രയൊന്നും എനിക്ക് അറിവില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്രയൊന്നും തിരിച്ചറിവ് ഇല്ല. എന്നാൽ ഞാൻ വിശുദ്ധന്മാർ ആരാധിക്കുന്ന വേർപെട്ട കൂട്ടായ്മയിലേക്ക് എന്നെ നടത്തപ്പെടത്തക്കവണ്ണം ദൈവം ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അവരോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുവാൻ ഇടയായി. എനിക്ക് തോന്നുന്നു ഞാൻ അതിനുശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നാണ് എനിക്ക് രക്ഷ എന്താണെന്നും രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതിനുശേഷമൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതിനുശേഷം, വിവാഹത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ എൻ്റെ കൃഷ്ണമണി താഴോട്ട് വരുമ്പോൾ അത് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, വിവാഹാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിശ്വാസമുള്ള ഒരു വിശ്വാസി ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള വിവാഹാലോചന മതി എന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ആ സമയത്ത് എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ മർത്തോമായിൽ ആണ് കൂടി നടക്കുന്നത്. ആമേൻ. അവര് യേശുവിനെ അറിഞ്ഞവരാണ്. അവര് വിശ്വാസം എന്ന് പറയാൻ അവര് സ്നാനപ്പെട്ടവരാണ്. ആ കാലഘട്ടങ്ങളിൽ മർത്തോമായിൽ ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. സ്തോത്രം. ആമേൻ. അങ്ങനെ സ്നാനപ്പെടുകയും പെന്തിക്കോസിന്റെ അനുഭവത്തിൽ കൂട്ടായ്മകളിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തവരാണ്. എന്നാൽ പല പല വിഷയങ്ങളും കാരണങ്ങളും പിന്നെ കുടുംബ പശ്ചാത്തലവും എല്ലാം അവരെ മർത്തോമായി സമുദായത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ വിവാഹത്തിന്റെ ടൈം ആകുന്നത്. ദൈവത്തിന് സ്തോത്രം.
ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ എൻ്റെ മാതാവിനോടും ദൈവത്തോടും ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വിവാഹമുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലുമായുള്ള ഒരു വിവാഹം മതി എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഭരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിവാഹത്തോട് സംബന്ധിച്ച് എൻ്റെ പിതാവും മാതാവും മർത്തോമ സമുദായം വിട്ട് വിശ്വാസത്തിൽ അവരെ തിരികെ പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ മുംബൈ പട്ടണത്തിലെത്തി. ജോലിയുണ്ട്. പക്ഷെങ്കിൽ പലവിധ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അടിക്കുവാൻ തുടങ്ങി. സ്തോത്രം. അനവധി കഷ്ടതകളുടെ നടുവിലൂടെ ജീവിത യാത്രകൾ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പല ക്ലേശങ്ങളും പല ഭാരങ്ങളും ജീവിതത്തിൽ ഉണ്ടായി. സ്തോത്രം. പക്ഷെ ഞാൻ എൻ്റെ യേശുവിനെ വിട്ടില്ല. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ ഏറുന്ന സമയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും സംസാരിക്കുന്നതും ദൈവസന്നിധിയിലായിരുന്നു. സ്തോത്രം. ഞാൻ കർത്താവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിട്ടാലും ഞാൻ അങ്ങനെ വിടുകയില്ല എന്ന്. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും വിടുകയില്ല എന്ന്. സ്തോത്രം. എന്നെ ഞാൻ കടന്നുപോയ തീച്ചൂളയുടെ അനുഭവങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ, ആക്സിഡന്റുകൾ, ഇതൊക്കെ എന്നെ എൻ്റെ കർത്താവിനോട് അടുപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നെ വിശ്വാസത്തിൽ തികഞ്ഞിട്ടില്ല എങ്കിലും വിശ്വാസത്തിൽ നിലനിർത്തിയതും സ്തോത്രം, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ എന്നെ പഠിപ്പിച്ചതും എൻ്റെ കഷ്ടതകളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ ജീവിതം തുടർന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി. ഞാൻ എൻ്റെ മറ്റുള്ള വിഷയങ്ങളൊക്കെ വിടുകയാണ്. ചിക്കൻ ബോക്സ് ഉണ്ടായി. അങ്ങനെ ഞാൻ ചിക്കൻ ബോക്സ് വന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ അനുജനാണ് ആദ്യം വരുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം അനുജനാണ് ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നത്. ഇന്ന് താനൊരു കർത്താവിന്റെ വേലക്കാരനാണ്. അന്ന് താൻ വിശ്വാസത്തിലൊന്നുമല്ല. സ്തോത്രം. ഇന്ന് നല്ല അറിയപ്പെടുന്ന ഒരു ദൈവഭക്തനായി, ഒരു പ്രവാചകനായി, കർത്താവിന്റെ ശുശ്രൂഷകനായി കർത്താവിന്റെ ബയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു. ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടത് ഞാൻ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ടാ എന്ന് പറയുന്നതിലും എനിക്ക് അതിശോക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി. അതിനുശേഷമായിട്ട് അതെനിക്കുണ്ടായി. അതെനിക്ക് വന്നത് ഇച്ചിരി മാരകമായി പോയി. ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായി കുളിച്ച് ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചുമന്ന് തടിക്കുവാൻ തുടങ്ങി. ശരീരം മുഴുവനും വലിയ തക്കാളി, നല്ല ചെറിയൊരു തക്കാളിയുടെ അത്രത്തെ വലുപ്പത്തിൽ എൻ്റെ ശരീരം, എൻ്റെ തല മുതൽ ശരീരം മുഴുവനും അങ്ങനെ ഒരു രോഗത്താൽ ഞാൻ ബാധിക്കപ്പെട്ടു. അപ്പോഴെന്നെ ഒരു ഹോസ്പിറ്റൽ, ഉല്ലാസാറുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അന്ന് സാമ്പത്തികമായിട്ടൊക്കെ നമുക്കൊരു ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. ഏതാണ്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ബില്ലൊക്കെ വളരെ കൂടിയപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ മനസ്സിലായി ഇവരെ ഇവിടെ ഇട്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന്. അവര് പറഞ്ഞു, ഇതിനധികം ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷ് മരുന്നുകളൊന്നുമില്ല, ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും വല്ല ആയുർവേദത്തിലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുവാനിടയായി. സ്തോത്രം. അങ്ങനെ വീട്ടിൽ വന്നു. റൂമിൽ കിടക്കുന്ന സമയത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല. വളരെ ശരീരം മുഴുവൻ പഴുത്തിരിക്കാൻ കിടക്കാൻ പറ്റുമോ? വളരെ വേദനയാൽ ഭാരപ്പെട്ട് രാത്രി ഞാനിങ്ങനെ കിടക്കുമ്പം എന്നോട് ആരോ പറയുകയാണ് KM ഹോസ്പിറ്റലിൽ പോകുന്നത്. KM എന്ന് പറയുന്ന ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്, വലിയ ഹോസ്പിറ്റലാണ്. സ്തോത്രം. ഇങ്ങനെ അവിടെ പോവൂ എന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു,
നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് KM ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് അവിടെ ആരെയും പരിചയമില്ലാത്ത നമ്മൾ ചെന്നാൽ നമുക്ക് അവിടെ ആര് നമ്മളെ ഇത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം പറയുന്നു KM ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പോകാമെന്ന്. എന്റെ ശരീരത്തിന്റെ അവസ്ഥയും എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങനെ 5 മണിയുടെ ട്രെയിൻ പിടിച്ച് ഞങ്ങള് KM ഹോസ്പിറ്റലിലേക്ക്, ഇവിടുന്ന് 1 മണിക്കൂറിൽ അധികം യാത്രയുണ്ട്. ഞങ്ങൾ ഉല്ലാസറിയിൽ നിന്ന് 1 മണിക്കൂറിൽ കൂടുതൽ സമയം യാത്ര ചെയ്യണം. ഞങ്ങൾ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ എങ്ങാണ്ട് 6:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നിങ്ങനെ ലൈൻ ഇരിക്കുക. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അതിന്റെ തലേദിവസമേ വന്ന് അവിടെ അഡ്മിഷന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. OPD നിറഞ്ഞിരിക്കുക. ഒരു 5-6 പേരുണ്ട്. ഞങ്ങൾ ഈ 6:30 മുമ്പേ 8 മണി ആയിട്ടാണ് ഡോക്ടർ OPD-യിൽ എത്തുന്നത്. അപ്പൊ ഓരോ വാർഡിന് ഓരോ OPD, ഓരോ രോഗത്തിന് ഓരോ OPD ആണ് അവിടെ. അപ്പൊ ഞങ്ങൾ ആദ്യമേ ചെന്നപ്പോൾ തന്നെ അവിടെ ചോദിച്ചു സ്കിന്നിന്റെ എവിടെ ആണെന്ന്. അങ്ങനെ പറഞ്ഞ് അവിടെ ചെന്നിരിക്കുക. എനിക്ക് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ടത് മനസ്സിലാകുന്നില്ല, 7 ആണോ 8 ആണോ അത് നല്ല ഓർമ്മയില്ല. 1-7 അല്ലെ 8-ാമത്തെ നമ്പരാണ്. എനിക്ക് ബെഞ്ചിലൊന്നും ഇരിക്കാൻ, അത് ബെഞ്ചാണെന്ന്, ബെഞ്ചിലൊന്നും തടിയല്ലേ, അതിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നും നിന്നും ഒക്കെ ആയിട്ട് നമ്മൾ എഴുന്നേറ്റാ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കും, പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ കിട്ടത്തില്ല. സ്തോത്രം. തന്നെയുമല്ല, അന്ന് ലാംഗ്വേജ് ഒക്കെ മറാഠി, അങ്ങനെ ഹിന്ദി അധികം ഒന്നും അറിയത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പം 8 മണിയായി. കർത്താവിനോട് ഇങ്ങനെ ഉള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഇവിടെ അഡ്മിറ്റ് ആക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ആരുടെയും റെക്കമെൻഡ് ഇല്ല, ആരെയും പരിചയമില്ല, ഒന്നുമില്ലാത്ത ഒരു സമയം. ആ സമയത്ത് ഈ ഡോക്ടർ നടന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ ഡോക്ടറിനെ 7 പേരോ 8 പേരോ അല്ലെ, ഒന്നിൽ 6 പേര് അല്ലെങ്കിൽ 7 പേര് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഡോക്ടർ വരുമ്പോ എല്ലാവരും എഴുന്നേറ്റു. ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് ഡോറിന്റെ അവിടെ ചെന്നു, അന്ന് പുഷ് ചെയ്യുന്ന ഡോർ ഇങ്ങനെ പുഷ് ചെയ്ത് ആ ഡോറയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് ഡോക്ടർ എന്നെ ഇങ്ങനെ കൈയട്ടി വിളിക്കുക വരാൻ. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നിയപ്പം എന്റെ മുമ്പിൽ നിന്ന ആളും പുറകിൽ നിന്ന ആളും എന്നോട് പറഞ്ഞു, നിന്നെയാണ് വിളിക്കുന്നത്, പോകാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ മുമ്പിലോട്ട് ചുവട് വെച്ചപ്പം അതെ ഇങ്ങനെ വരാൻ ഇങ്ങനെ ഡോക്ടർ കൈ കാണിച്ചു. ഞാൻ OPD അവരുടെ റിസപ്ഷൻ അവിടേക്ക് കയറി ചെന്ന് ഇരിക്കാൻ വയ്യ. അന്നേരം എന്നോട് പറഞ്ഞു, എളുപ്പം തന്നെ എന്നിട്ട് ചിട്ടി എഴുതുന്നത് പറഞ്ഞു, 17-18 17-18 ആ വാർഡിൽ പോയി അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? വേണ്ട, നിങ്ങൾ നേരെ അങ്ങ് പൊക്കിയോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ ചോദിച്ചു പറഞ്ഞു, അന്നേ ബ്രിട്ടീഷുകാരുടെ കാലത്തെ വീടുകൾ പോലുള്ള വീടുകൾ പോലായിരുന്നു അന്നത്തെ അവിടുത്തെ ഹോസ്പിറ്റല്. ഇപ്പോഴാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയി മാറിയത്. ഒരു ബിൽഡിങ്ങേ ഉള്ളായിരുന്നു, അത് അത്ര വലിപ്പമൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ 17-18 ഒരു ഓടിട്ട ഒരു വീടാണ്. അതിന്റെ അവിടേക്ക് ഇങ്ങനെ ഞങ്ങൾ നടന്നു ചെന്നപ്പം തന്നെ ആ മേട്ടൻ അവരുടെ ആ ലിസ്റ്റ് കണ്ടിട്ട് ഡോക്ടർ എഴുതിയേക്കുന്ന ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം തന്നെ എന്നെ ഒരു റൂമിനകത്ത് അഡ്മിറ്റ് ആക്കാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോട് വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. അതൊക്കെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ആ വാർഡിൽ അങ്ങനെ അഡ്മിറ്റായി. കുറച്ച് ദിവസത്തിന് ശേഷമായിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ ഇടയായി. ഞാൻ അന്ന് ഇവിടെയൊക്കെ ആൾക്കാര് ഈ നീമിന്റെ പത്തയുണ്ട്, സ്തോത്രം, ഹിന്ദി മലയാളത്തിൽ അത് സ്തോത്രം, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ചു. പിന്നെ അതിന്റെ പുറത്ത് കിടക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് ബംഗാളി ആയ ഒരാളിന്റെ വീട്ടിലായിരുന്നു. അവർക്ക് ഇതൊക്കെ ദേവിയാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും ഈ പത്ത കൊണ്ടുവന്ന് തരും. സ്തോത്രം. അപ്പൊ അതിന്റെ പുറത്ത് കിടക്കുകയും അതിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നും ഉണ്ടായ ഒരു അലർജി ആയിരുന്നു അസുഖമെന്ന് പിന്നീട് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവിടെ ആയിരുന്നു. എനിക്ക് 36 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഹോസ്പിറ്റലിലെ അനുഭവം എന്ന് പറയുന്നത്, ആമേ സ്തോത്രം, ഞങ്ങൾ അവിടെ ചെന്ന് എന്നെ അഡ്മിറ്റ് ഒക്കെ ആക്കി. എൻ്റെ ഹസ്ബൻഡ് പോകുന്നു. അവിടെ നമ്മളെ രോഗിയുടെ ആർക്കും കൂടെ നിൽക്കാൻ പറ്റത്തില്ല.
റൂമിനകത്തൊന്നും കയറ്റത്തില്ല. അവര് വന്നാലും വാർഡിന്റെ വെളിയിൽ വന്ന് എന്തെങ്കിലും ഫുഡോ വല്ലതും കൊണ്ടുവരുവാന്നേ കൊടുത്തിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ അന്ന് ആ കാലങ്ങളിലെ സിസ്റ്റം അങ്ങനെയായിരുന്നു. തന്നെയുമല്ല, ഈ വാർഡിൽ അധികം പേര് കയറി വരത്തില്ല. കാരണം എല്ലാം ശരീരത്തിൽ തൊലി ഒന്നുമില്ലാത്തവരും രോഗം കൊണ്ട് നിറയപ്പെട്ടവരുമാണ് ഈ സ്കിന്നിന്റെ വാർഡിൽ കിടക്കുന്നവരെല്ലാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പിറ്റേ ദിവസം, അല്ല അന്ന് തന്നെ വൈകിട്ട് ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഇവിടെ 3:30 ആകുമ്പം വാർഡൻ വന്നിട്ട് പിന്നെ ഇതേ ഡോറെ വന്ന് കൊട്ടും, എഴുന്നേറ്റ് വെള്ളം തരും, ചൂടുവെള്ളം ഉണ്ട്, ആ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിയപ്പോ നമുക്ക് വക്കറ്റ് ഒന്നുമില്ല. പിന്നെ എന്റെ റൂമിന്റെ ഞാൻ 2 പേരുള്ള റൂമിലാണ് ഞാൻ കിടക്കുന്നത്. എന്റെ അടുത്ത് കിടന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ആ വക്കറ്റ് ഒന്ന് തരുമോ? അവര് തന്നില്ല, തരത്തില്ല. ഒരു ഗുജറാത്തി സ്ത്രീയാണ്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു മനുഷ്യനും നമ്മുടെ ശരീരം കണ്ടാൽ അവരുടെ വക്കറ്റോ ഒന്നും നമുക്ക് തരത്തില്ല. അത് ഞാൻ അതിലും കൊടുക്കൂല. ദൈവത്തിന് സ്തോത്രം. അത്ര ഒരു അവസ്ഥയിലാണ് ഞാൻ അന്നേരം ആയിരിക്കുന്നത്. ഇവര് തന്നില്ല. ഞാൻ അന്നേരം ബ്രഷൊക്കെ ചെയ്തു. അങ്ങനെ വെള്ളം എടുത്ത് കുളിക്കാനൊന്നും ഇല്ലായിരുന്നു, ബക്കറ്റൊന്നും ഇല്ലായിരുന്നത് മൂലം ഞാൻ കുളിച്ചില്ല. അപ്പൊ ഡോക്ടർ വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ കുളിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അന്നേരം പറഞ്ഞു, നാളെ നിന്നെ ഞങ്ങള് എന്തോ പറയുന്നേ നോക്കൂല കുളിച്ചില്ലെങ്കിൽ. അത് രാവിലെ ഒരു പ്രാവശ്യം മാത്രമേ ഈ ചൂടുവെള്ളം കിട്ടത്തുള്ളൂ. അപ്പം നാളെ കൂടെ കുളിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ശരി, നാളെ ഞാൻ കുളിക്കാം എന്നുള്ള ഇതിലിരുന്നു. ഇപ്പം വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഒരു ബക്കറ്റ് വാങ്ങിക്കണം, എനിക്ക് കുളിക്കണം വെള്ളം എടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പം ബക്കറ്റ് വാങ്ങിക്കാൻ കൈ പൈസ ഇല്ല, നാളെ ഞാൻ വരുമ്പം വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. ഓക്കെ. ഞാനത് രാവിലെ വെള്ളം വന്നപ്പം ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ കൊണ്ടു തരും, ഒരു മൊന്തയ്ക്കകത്ത്. അപ്പൊ കുടിക്കാൻ കൊണ്ടു തന്നെ ആ മൊന്ത എടുത്തുകൊണ്ട് പോയി ഒരു മഗ് ചൂടുവെള്ളം എടുത്തിട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത്, അവിടെ മഗ്ഗും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒക്കെ എടുത്തൊക്കെ ഞാൻ ഒരുവിധമൊക്കെ ശരീരത്തിലൊക്കെ ഒക്കെ ഒന്ന് ഇത് ചെയ്ത് കുളിച്ച രീതിയിൽ ഞാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരിയായില്ല, ശരിയായിട്ടില്ല, ഇങ്ങനെ കുളിച്ചാൽ പോരാ, ശരീരത്തിൽ നിന്ന് ഈ അഴുക്കുകളെല്ലാം പോകണം എന്നൊക്കെ എന്നോട് പറയാനിടയായി. ശരിക്കും കുളിക്കാനോട്ട് പറ്റത്തുമില്ല കേട്ടോ, അത്രയും അവസ്ഥയാണ്. ശരീരത്തിൽ തൊലിയൊന്നുമില്ല, എല്ലാം പഴുത്തിരിക്കുകയാണ്. എന്നാൽ അന്ന് പിറ്റേ ദിവസം ട്രെയിനിന് എന്തോ വിഷയം ഉണ്ടായി, വരാൻ പറ്റിയില്ല. 3-ാമത്തെ ദിവസമായി. എനിക്ക് എന്നെ തന്നെ വാടകയെടുക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നാളെ ഡോക്ടർ വന്നാൽ എന്നെ നോക്കത്തില്ല, എന്നെ ഡിസ്ചാർജ് ആക്കും, ഞാൻ എവിടെ പോകും? കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു ബക്കറ്റില്ല വെള്ളം എടുത്ത് കുളിക്കാൻ. ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ചു. സ്തോത്രം. കിടക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. കിടക്കാൻ ഉറക്കമൊന്നും ഇല്ല കേട്ടോ, അത്ര ശരീരത്തിന് അസ്വസ്ഥതയാണ്. ഞാനിത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നത്. അത്ര ഭയാനകമായ അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 4 മണി 3:30 ആയപ്പോ ഡോറെ വന്ന് കുട്ടി. എനിക്ക് മനസ്സിലായി വെള്ളം കൊണ്ടുവന്ന് വന്നതാണെന്ന്. ഞാൻ ചെന്ന് ഡോറ് തുറന്നു. ഡോറ് തുറക്കുമ്പം ആളിനെ കാണുന്നില്ല. നല്ലൊരു ബക്കറ്റ് ആ ഡോറിന്റെ അവിടെ ഇരിക്കുക. അമ്മേ, ഞാൻ എന്നിട്ട് ഡോർ അടച്ചു. നമുക്കതൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അങ്ങനെ വല്ലതും ആരുടെയും ബക്കറ്റ് വല്ലതും എടുത്ത് നമ്മളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ എവിടെ പോകാനാ? പോകാൻ പറ്റുമോ? വേദന സഹിച്ച് ഇരിക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. അന്നേരം ഞാൻ വന്ന് ഒരു ബക്കറ്റ് അവിടെ ഇരിക്കുന്നല്ലോ എന്നോർത്തു. ഞാൻ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് കുളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് കുടിക്കുന്ന മഗ്ഗാണല്ലോ, ഈ മൊന്തയാണല്ലോ, ഇതെടുത്ത് അത് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച ശരിയല്ലല്ലോ. അങ്ങനെയൊക്കെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഏലിയാവിനെ മാത്രമല്ല കാക്കയെ കൊണ്ട് പോറ്റുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.
എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. നിനക്ക് വേണ്ടി കാക്ക വരുമെന്ന്. സ്തോത്രം. ഞാനത് ആരാണ് ഇതെന്നോട് സംസാരിച്ചത്? സ്തോത്രം. അത് ഏലിയാവിന് വേണ്ടി മാത്രമല്ല, ആ കാക്ക നിനക്ക് വേണ്ടിയും ഉണ്ട് എന്നൊരു ശബ്ദം കേൾക്കാൻ എനിക്കിടയായി. ഞാൻ എന്നിട്ട് എളുപ്പം ചെന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോ ആ വക്കറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞ കൈകൊണ്ട് എടുത്ത് ഹൃദയത്തിൽ പറഞ്ഞു, ഇത് ദൈവം എനിക്ക് കാക്കയെക്കോലെ എനിക്ക് കൊണ്ടു തന്നതാ, ഇതെടുത്തുകൊണ്ട് പോയി വെള്ളം എടുത്ത് കുളിക്കാം എന്ന് ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു. പിന്നെയും എന്റെ മനസ്സ്, നമ്മള് അല്പവിശ്വാസികളല്ലേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും മനസ്സിനകത്തൊരു ചഞ്ചലപ്പുണ്ടായി. ഞാൻ ഡോറടച്ചു. ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ ആ ശബ്ദം തന്നെ പിന്നെയും ഞാൻ കേട്ടു. ദൈവത്തിന്റെ വചനത്തിലില്ലേ 2 പ്രാവശ്യം ആമേ സ്തോത്രം അബ്രഹാമിനെ വിളിക്കുമ്പോൾ, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ സ്തോത്രം. അങ്ങനെ 2 പ്രാവശ്യം ഒരു കാര്യം അരുളി ചെയ്താൽ അത് അങ്ങനെ തന്നെ എന്ന്. ദൈവത്തിന് സ്തോത്രം. ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, എന്ന് തന്നെ എന്ന് പരചരത്തിൽ പറയുന്ന പോലെ അതെനിക്ക് വിശ്വസിക്കുവാൻ ഇടയായി. ഞാൻ ഡോറ് തുറന്ന് എന്ന ബക്കറ്റെടുത്ത് വെള്ളം വാങ്ങി കൊണ്ടുപോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് ഞാൻ എന്റെ ആ ബക്കറ്റ് തുടച്ചു. എന്റെ ടവല് കൊണ്ട് തുടച്ച് ഞാൻ ആ ബക്കറ്റ് പുറത്തു വെച്ചു. അപ്പൊ ഇരുന്നിടത്ത് തന്നെ വെച്ചു. ഞാൻ രാവിലെ ഡോക്ടർ വന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഞാൻ എന്നിട്ട് 2-3 പ്രാവശ്യം, ഞാൻ പറയട്ടെ പ്രിയരെ, 2-3 പ്രാവശ്യം ഞാൻ കതക് തുറന്നു നോക്കി. ആ ബക്കറ്റ് പിന്നെ ഞാൻ അകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി പുറത്ത് ചെന്ന് നോക്കിയപ്പോ പിന്നെ ആ ബക്കറ്റ് കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഹോസ്പിറ്റലിൽ 41 ദിവസം കിടന്നു. 41 ദിവസവും ആ ബക്കറ്റ് പിന്നെ ഞാൻ അവിടെ കാര്യം കണ്ടിട്ടില്ല. എനിക്ക് കുറച്ച് സൗഖ്യമായി കഴിയുമ്പോൾ പ്രഭാതത്തിൽ ഞാൻ നോക്കും, ആരെങ്കിലും ആ ബക്കറ്റും കൊണ്ട് അവിടെ വെള്ളം എടുക്കാൻ വരുന്നുണ്ടോ എന്ന്. ഇനി ഞാൻ കണ്ടിട്ടില്ല. അത് തീർച്ചയായും ഏലിയാവിന് വേണ്ടി, ഹല്ലേലൂയ, കെരീവ് തോട്ടിൽ, ഹല്ലേലൂയ സ്തോത്രം, സാരാഫതയിലും ഒരുക്കിയതുപോലെ ആമേൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ മഹാത്ഭുതം ഒന്നായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ആമേൻ ദൈവിക കരുതലുകൾ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തിന്റെ കരുതലുകൾ. ആമേൻ. അത് മറ്റുള്ള വിഷയങ്ങൾ ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ ഒരുപാട് കരുതലുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ, ആമേൻ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആ കാലങ്ങളിലെല്ലാം, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിലെല്ലാം എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ദൈവത്തിന് സ്തോത്രം, എന്നെ കരുതുന്ന ഒരു കർത്താവ്. ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ. അങ്ങനത്തെ 2 സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ഇരിക്കുന്നതായ ഈ ഭവനം ഞങ്ങൾ ബുക്ക് ചെയ്തു. അതിന്റെ രജിസ്ട്രേഷന്റെ സമയമായി. സ്തോത്രം. അന്നത്തെ കാലത്ത് കുറച്ച് പൈസ നമ്മൾ ഇവർക്ക് ബ്ലാക്ക് മണി ആയിട്ട് കൊടുക്കും. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാല് നമ്മൾക്ക് സ്തോത്രം അത് റെക്കോർഡുകളില്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെ ഒക്കെ കൊടുത്തു. എന്നാൽ രജിസ്ട്രേഷന് സമയം വന്നപ്പം ഒരു 15,000 രൂപയുടെ കുറവുണ്ടായി. അത് ഒരാൾ തരാമെന്ന് പറഞ്ഞിരുന്നാണ്, പക്ഷെ കിട്ടിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ 6 പേരുടെ രജിസ്ട്രേഷൻ ഒരുമിച്ച. ഇവര് ബിൽഡർ അതിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചു. ഞങ്ങൾക്ക് മീൻസ് ഞങ്ങളുടെയും അവരുടെ കൂട്ടത്തിലാണ്. രജിസ്റ്റർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞെല്ലാം ഇരിക്കുക ഓക്കെ ആകുമല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ തലേദിവസം സന്ധ്യ വരെ 15,000 രൂപ കിട്ടി ഇല്ല, കുറവുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കേണ്ടതാണ്. 1999 മാർച്ച് മാസത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നിട്ട് രാത്രിയിൽ എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒത്തിരി സങ്കടമായി. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആഹാരമൊന്നും കഴിക്കാനൊന്നും തോന്നിയില്ല. കുറെ സമയം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഒരു 2 മണിയായി. 2 മണിയായപ്പോ ഞാനൊരു ശബ്ദം കേട്ടു. സ്തോത്രം. നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ ഞാൻ വഹിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ ആ വചനം എളുപ്പം റിപ്പീറ്റ് ചെയ്യാനിടയായി. ഇപ്പോൾ എന്റെ സമാധാനം ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, എനിക്ക് 15,000 രൂപയുടെ കുറവുണ്ട്. എന്റെ രജിസ്ട്രേഷൻ നാളെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ധൈര്യപ്പെട്ടു. എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ വഹിച്ച കർത്താവ്
എന്റെ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ എന്റെ ദൈവം എനിക്കായി പ്രവർത്തിക്കും. അതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകും. അല്ലെങ്കിൽ നാളെ ഈ ശേഷം നടക്കത്തില്ല, എന്തെങ്കിലും ദൈവം അതിനു മുമ്പ് ചെയ്യും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എന്നെ ആ രാത്രിയിൽ ഭരിക്കുവാനിടയായി. ആമീൻ, സ്തോത്രം. അതിനുശേഷം ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്തോത്രം, ഞാൻ എന്റെ കിച്ചണകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് ഒരു 6:30 കാണും, എന്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്നു. അപ്പോൾ ഞാൻ എളുപ്പം ചെന്ന് കതക് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കൂടി നടക്കുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു അമ്മാമ്മയാണ്. ഇവിടെ വന്നപ്പോ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പേപ്പറിനകത്ത് ഒരു നല്ലൊരു പൊതി ഉണ്ട് കയ്യില്. അപ്പൊ എന്റെ കയ്യിലേക്ക് തന്നു. ഞാൻ എളുപ്പം അത് കിച്ചണിലേക്ക് കൊണ്ടുപോയി. കാരണം അമ്മാമ്മ വല്ലപ്പോഴും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം എനിക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്നതാ എന്നുള്ള ചിന്തയിൽ ഞാനത് എളുപ്പം കിച്ചണിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ കുഞ്ഞുമോളെ, അത് കിച്ചണിൽ കൊണ്ടുപോകണ്ട. ഇന്നലെ രാത്രിയില് അച്ചായൻ പറഞ്ഞു കുഞ്ഞുമോക്കൊരു 15,000 രൂപ കൊണ്ട് കൊടുക്കണം നാളെ രാവിലെ എന്ന്. അച്ചായൻ ഇന്ത്യൻ ഓയിൽ ജോലി ചെയ്യുന്ന ആളാ. സ്തോത്രം. അച്ചായൻ രാവിലെ 4-4:15 ജോലിക്ക് പോകും. സ്തോത്രം. എന്നാൽ എനിക്ക് ആ സമയത്ത് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാനിത് വാങ്ങിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ കൊടുത്തുന്ന ആളിനോടൊരു സ്തോത്രവും നന്ദിയും ഒന്നും പറയാൻ എനിക്ക് അതിന് പറ്റത്തില്ലായിരുന്നു. അത്രമാത്രം എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തകരുവാനിടയായി തീർന്നു. സ്തോത്രം. 14,000 കൊണ്ടുവന്നില്ല, 16,000 കൊണ്ടുവന്നില്ല, 15,000 രൂപയായിരുന്നു എനിക്ക് വേണ്ടത്. ആ 15,000 രൂപ ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുതരിക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനാ ചെന്ന അച്ഛനോട് തലേദിവസം വൈകിട്ട് ആ വീട്ടിൽ ചെന്ന് ചോദിച്ചാ എന്നോട് പറഞ്ഞേനെ, നീ എന്തോ പറയുന്നേ, എനിക്ക് 2 പിള്ളേരുണ്ട്, അവരെ പഠിപ്പിക്കണം, ഞാൻ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് 1000 രൂപ തന്നേനെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അച്ഛൻ ഇവിടുന്ന് അച്ഛൻ ഇവിടുന്ന് റിട്ടയർഡ് ആയി കേരളത്തിൽ പോയി. പറന്തൽ IPCയുടെ സഭയിലെ വിശ്വാസിയാണ്. ഞാൻ ആ സഭയിൽ ഒരു ദിവസം ശുശ്രൂഷയ്ക്കായി പോയിരുന്നു. അന്ന് ഞാൻ ഈ സാക്ഷ്യം അവിടെയും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരിട്ട് ഇന്ന് ചോദിച്ചായിരുന്നു അച്ഛൻ എനിക്ക് 1000 അല്ലെങ്കിൽ 2, മാക്സിമം തന്നാൽ 1000 അല്ലെങ്കിൽ 2000, അതിക്കുള്ള അച്ഛൻ തരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞേന്. ദൈവം ഇടപെട്ടപ്പം ആമീൻ എന്റെ ആവശ്യം 15,000 രൂപയായിരുന്നു. ആ 15,000 രൂപ ആമീൻ എന്റെ ഭവനത്തിൽ എന്റെ ആമീൻ സ്തോത്രം കർത്താവിന്റെ ദാസി കൊണ്ട് തരുവാൻ ഇടയായി തീർന്നു. അത് ഞാൻ പലയിടങ്ങളിലും ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിൽ പലയിടങ്ങളിലും ഞാൻ ഈ കാക്കയെ പറ്റി അല്ലെ ഏലിയാവിനെ പറ്റി പ്രസംഗിക്കുന്ന പലയിടങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയിലും കൂടെ ഈ വിവരങ്ങൾ ഈ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനേക അത്ഭുതങ്ങൾ സ്തോത്രം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഉല്ലാസനഗറിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട് വെക്കേറ്റ് ചെയ്യണമായിരുന്നു. വേറൊരു വീട് എടുത്തു. ആ സമയത്ത് ഒരു 5,000 രൂപയുടെ ഒരു 500 രൂപയുടെ കുറവുണ്ടായിരുന്നു ആ ഡിപ്പോസിറ്റ് കൊടുക്കാനായിട്ട്. ഞങ്ങൾ സാധനങ്ങളെല്ലാം മറ്റേ വീട്ടിൽ നിന്ന് മാറി ആ വീടിന്റെ പടിക്കല് അന്ന് ഈ ഉന്തുവണ്ടി പോലുള്ള ഉന്തുവണ്ടിയിലാണ് സാധനങ്ങളേ ഉള്ളൂ. വാടകയ്ക്ക് താമസിക്കൂലേ, അപ്പൊ സാധനങ്ങളൊന്നും അധികം ഇല്ല. സ്തോത്രം. അവിടെ ഈ ഉന്തുവണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി ആ വീടിന്റെ പടിക്കൽ ചെന്നപ്പം ആ വീട്ടുകാരൻ പറഞ്ഞു 500 രൂപയും കൂടെ തരാതെ താക്കോല് തരത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താമസിച്ചിരുന്ന വീട് വെക്കേറ്റ് ചെയ്തു. ഞങ്ങളിത് ഒരു ശമ്പളം കിട്ടുമ്പം തിരിച്ചു കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ എന്തോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് മാറ്റം വന്നിട്ട് പറഞ്ഞു അതുകൂടെ തരാതെ ചാവി തരത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞങ്ങളിങ്ങനെ റോഡിൽ നിൽക്കുകയാണ്. ഞാൻ അവിടുന്ന് അന്ന് ഫോണൊന്നും അധികമില്ല കേട്ടോ, എല്ലാം നമ്മള് 88-ലാണത്. ഫോണൊന്നും അധികമില്ല. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ബൂത്തിലൊക്കെ പോയി ഫോൺ ചെയ്യണം. അത് ഫോൺ ചെയ്താൽ ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ അവർക്ക് കിട്ടുവോ കിട്ടത്തില്ലയോ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം, ആമേൻ, ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. സ്തോത്രം. ഞാൻ ആരോടും ചോദിച്ചില്ല. അപ്പനോട് ചോദിച്ചില്ല, അമ്മയോട് ചോദിച്ചില്ല, സഹോദരങ്ങളോട് ചോദിച്ചില്ല.
ഞാൻ എന്റെ കർത്താവിന്റെ പിന്നാലെ വന്നു. സ്തോത്രം. എനിക്ക് ഇപ്പോൾ 500 രൂപ വേണം. സ്തോത്രം. ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ആമേ. ഞാനിങ്ങനെ കർത്താവിനോട്, ഞാൻ എൻ്റെ ക്ലേശം നിറയുന്ന മേഖലകളിലൊക്കെ ഇങ്ങനെ കർത്താവിനോട് ഞാൻ പറയാറുണ്ട്. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് 500 രൂപ വേണം. ഇപ്പൊ തന്നെ എനിക്ക് 500 രൂപ വേണം. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അകത്ത് വെക്കണം, ഞങ്ങൾക്ക് അകത്ത് കയറണം, നാളെ ജോലിക്ക് പോകണം. അങ്ങനെ ഞാന് പറഞ്ഞു. ഒരു അരമണിക്കൂർ ഞങ്ങൾ അവരുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കാനിടയായി. അരമണിക്കൂർ കഴിഞ്ഞപ്പം ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ കൂടി നടക്കുന്ന സഭയിലെ ഒരു സഹോദരൻ, ഏകദേശം ഇവിടുന്ന് VT CST, ഇപ്പൊ CST എന്നറിയപ്പെടുന്നത്, അന്ന് VT എന്നാണ് അറിയപ്പെടുന്നത്, അതിനടുത്ത് ഒരു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രസാദ് അബ്രഹാം എന്ന പേര്. അവിടെ ഇരിക്കുമ്പം തന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നീ എളുപ്പം ഇവിടെ എഴുന്നേറ്റ് സ്തോത്രം ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി. ആ സമയത്ത് തന്നെ 1-2 പ്രാവശ്യം തന്റെ ഹൃദയത്തോട് ഇങ്ങനെ ഇടപെടുമ്പോൾ താൻ എഴുന്നേറ്റ് അവരുടെ ക്ലാസ് റൂമിൽ ചെന്ന് ലീവ് എഴുതി വെച്ച്, SNDT-യിലാണ് പഠിപ്പിക്കുന്നത്, പ്രൊഫസറാണ്, ദൈവത്തിന് സ്തോത്രം. ലീവ് എഴുതി വെച്ച് ഞങ്ങളുടെ പാർക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ ഇടയായി. വന്നപ്പോ ഞങ്ങളോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെതാണ്. എളുപ്പം തന്നെ പേഴ്സിൽ നിന്ന് 500 രൂപ എടുത്തു തന്നു. 500 അതിൽ കൂടുതലോ തന്നു. ഞങ്ങൾ അങ്ങനെ 500 രൂപ അവിടെ കൊടുത്ത് റൂമിനകത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞാൻ പറഞ്ഞത് ചെറുതും വലുതും ആമേ സ്തോത്രം ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്റെ കർത്താവിന്റെ വലിയ കരുതലുകൾ വിശ്വാസ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ നമ്മൾ പറയാതിരുന്നാൽ അത് ഞാൻ ആദ്യം വചനം വായിച്ചതുപോലെ ആമേ സ്തോത്രം, നമ്മളെ ആരും നമ്മളെ കാണാനില്ലായിരിക്കാം. ആമേ, നമുക്ക് സഹായമായി മനുഷ്യരാരും ഇല്ലായിരിക്കാം. നമ്മുടെ മാതാവോ പിതാവോ സഹോദരങ്ങളോ ആരും തന്നെ നമ്മുടെ കൂടത്തിൽ കാണത്തില്ല. പക്ഷേ നമ്മുടെ സഹായകനായി ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവ, ഹല്ലേലൂയ, ആ ദൈവമാണ് നമ്മുടെ സഹായകൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പൂർണ്ണമായി ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ ആമീൻ വിടിവിക്കുന്ന, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ കർത്താവ് ആമേൻ അനേക സന്ദർഭങ്ങളിൽ സ്തോത്രം. ഞാൻ ഒരിക്കൽ യാത്ര ചെയ്ത് സ്തോത്രം, നാട്ടിൽ നിന്ന് എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് നേരത്തേക്ക് പോന്നു. ഞാൻ തനിച്ച് കുറച്ചു ദിവസം കൂടെ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി നിന്നു. അങ്ങനെ തിരുവല്ല സായിപ്പിന്റെ ഹോസ്പിറ്റൽ, ഇപ്പൊ അത് മെഡിക്കൽ മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെയാണ് എന്റെ പിതാവ്. അവിടെയായിരുന്നു ഞാൻ. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് നാട്ടിലേക്ക് പോരുന്നത്. അന്ന് ജയന്തി ജനതയേ ഉള്ളൂ, വേറെ ട്രെയിനുകളൊന്നും അധികം ഇല്ല. ഈ ആന്ധ്രയിൽ കൂടെ ഒക്കെയാണ് ട്രെയിൻ വരുന്നത്. ഞാൻ ഏതാണ്ട് എറണാകുളം കഴിഞ്ഞ സമയം മുതൽ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഛർദ്ദിച്ച് അന്ന് ഡോക്ടർമാരോ ട്രെയിനിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സ്തോത്രം. ഭയങ്കരമായി അസ്വസ്ഥതയായി. ഏതാണ്ട് പിറ്റേ ദിവസം 2:30 ആയപ്പോൾ ആന്ധ്രയിലെത്തി. ആന്ധ്രയുടെ ക്രോസിങ്ങിന് വന്ന് വണ്ടി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം സ്തോത്രം, മധുരം വിട്ട ചായ ഒന്നും കുടിക്കാൻ വയ്യ. ഒരു തണുത്ത വെള്ളമൊക്കെ കിട്ടിയാൽ കുടിക്കാന്നുണ്ട്, ആരും വാങ്ങിക്കൊണ്ട് തരാനുമില്ല. തന്നെയല്ല, പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങി ഓടിയൊക്കെ പോകണം. അപ്പൊ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാരും കൂടെ എത്തില്ലാത്തോണ്ട് വേറൊരാൾക്ക് അത് റിസ്ക് ആയിട്ട് ആരും അത് അങ്ങനെ ചെയ്യാറുമില്ല. അധികം റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും ഈ ജയന്തി നിർത്താറുമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അത്രയൊക്കെ ഒരു ഓർമ്മയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെ ക്രോസിങ്ങിന് വന്ന് കിടക്കുകയാണ്. അതൊരു വലിയ ചിത്രം പോലാണ് എന്റെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനതിന് കർത്താവിനോട് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ എന്റെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ എന്റെ കൂട്ടുകാരോടോ ഒന്നും ചോദിക്കാതാണ് ഞാൻ കർത്താവിന് വേണ്ടി വേർപെട്ടത്. സ്തോത്രം. എനിക്കിപ്പം ഒരു ഗ്ലാസ് മധുരമിടാത്ത ചായ വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ
ഛർദിച്ച്, ബ്ലഡ് ഛർദിച്ച് ഞാനിങ്ങനെ വല്ലാത്ത അവസ്ഥ കിടക്കുക. എന്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയുമ്പം ട്രെയിൻ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത ആ സ്ഥലത്ത് പോയി നോക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സൂര്യകാന്തി ചെടി അല്ലാതെ ഒന്നും അവിടെ കാണാനില്ല. ട്രെയിൻ ക്രോസിങ്ങിന്റെ അവിടെ കിടക്കുകയാണ്. ആ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നിട്ടുള്ളവർക്ക് ആ ക്രോസിങ്ങിന്റെ അറിയാതെ 2:30 പകൽ 2:30 സമയം അറിയാം. അവിടെ ഇങ്ങനെ ട്രെയിൻ കിടക്കുമ്പോ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞു പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് ചായ തരണം, എനിക്ക് തന്നേ മതിയാവുള്ളൂ, എന്റെ അപ്പനാണ്, എനിക്ക് അതൊന്നും അറിയണ്ട, ഇത് ട്രെയിനാണോ, ഇതിനകത്തൊന്നും കിട്ടത്തില്ല, അതൊന്നും എനിക്കറിയണ്ട, മരുഭൂമിയാണോ ഒന്നും അറിയണ്ട, എനിക്കിപ്പോ അത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ ഞാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ നോക്കിയപ്പോ ഈ ജനലിന്റെ അടുത്തൊരു മനുഷ്യൻ നിൽക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വിത്തൗട്ട് ഷുഗറിന്റെ ചായ വേണമെന്ന്. എന്നിട്ട് ഞാനൊരു കുപ്പി എടുത്തു കൊടുത്തു. എന്റെ ബാഗിൽ നിന്ന് കുറച്ച് പൈസയും, എത്ര രൂപ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി ഒന്നുമില്ല, 10-25 രൂപ കാണും, അതിൽ കൂടുതലൊന്നുമില്ല. അതും ഞാൻ ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. ഇദ്ദേഹം ഈ കുപ്പിയും ഈ പൈസയും കൊണ്ട് ആ ട്രാക്ക്, 2 ട്രാക്കേ അവിടെ ഉള്ളൂ, അത് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി, സൂര്യകാന്തി ചെടിയുടെ അവിടേക്ക് തന്നെ ഇറങ്ങി. പിന്നെ എങ്ങോട്ട് പോയെന്ന് കാണാനില്ല. കുറെ സമയമായി, അരമണിക്കൂറോളം കഴിഞ്ഞു. ട്രെയിൻ ഓൺ അടിക്കാൻ തുടങ്ങി. സ്തോത്രം. അതുവരെ ഇദ്ദേഹത്തെ കാണും. ഞാൻ ഓർത്ത്, കർത്താവെ, കുപ്പിയും പോയി, പൈസയും പോയി, ആളുമില്ല. സ്തോത്രം. എങ്കിലും എനിക്ക് വിശ്വാസക്കുറവ് വന്നില്ല കേട്ടോ. സ്തോത്രം. ഈ ആൾ എവിടുന്ന് വന്നതാ? ഇത്രയും നേരം ഈ വണ്ടി കിടന്നിട്ട് ആളിനെ കണ്ടില്ലല്ലോ. ഇത് ദൈവം കൊണ്ടുവന്ന ദൂതനായിരിക്കും എന്നെന്റെ ഹൃദയത്തിൽ എനിക്കൊരു വിശ്വാസം തോന്നി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു ഓണടിച്ചു, രണ്ടാമത്തെ ഓണടിച്ചപ്പോൾ ഈ മനുഷ്യൻ ഈ ട്രാക്ക് ക്രോസ് ചെയ്ത് ഓടി വന്നപ്പോ എന്റെ അടുത്തിരുന്ന ഒരു ചേച്ചി എഴുന്നേറ്റ് പോയി ഡോറിന്റെ അവിടെ ചെന്ന് ആ ഒരു കുപ്പി ചായ, ദൈവത്തിന് സ്തോത്രം, മധുരമിടാത്ത ഒരു കുപ്പി ചായ കൊണ്ടുവന്ന്, അന്ന് ഈ വെള്ളം കിട്ടുന്ന കുപ്പിയാണെന്ന് കൂടുന്നത്, പ്ലാസ്റ്റിക് അധികം ഇല്ല, ഒരു കുപ്പി ചായ കൊണ്ടുവന്ന് എനിക്ക് തരാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആന്ധ്രയുടെ ക്രോസിങ്ങിന്റെ അവിടെ എവിടെ ചായ തരാൻ സ്ഥലം? സൂര്യകാന്തി മണലാരുണ്യവും നിറഞ്ഞു കിടക്കുന്നിടത്ത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ദൈവം ആരാ? വിശ്വസ്തനല്ലേ? ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. അവന്റെ കർത്താവിന്റെ സ്വഭാവമാണ് വിശ്വസ്തത. അത് വിശ്വസ്തനാണ്. തന്നെ അറിയുന്നവരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനുഭവങ്ങൾ അധികം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ KM ഹോസ്പിറ്റലിൽ കിടന്ന് 36ാമത്തെ ദിവസം എനിക്ക് ഡിസ്ചാർജാ. അപ്പൊ ഞാൻ തലേദിവസം എന്റെ ഹസ്ബൻഡ്, അന്നേരം നമ്മളെ ഉപയോഗിക്കുന്ന തുണിയൊന്നും അവര് അവിടെ വെച്ചേക്കത്തില്ല, അവർക്ക് അവിടെ വെക്കാൻ പാടില്ല, അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ തലേദിവസം എല്ലാം ഫയലിനകത്ത് എഴുതി, നാളെ ഡിസ്ചാർജ് ആണ്, ഡ്രസ്സൊക്കെ കൊണ്ടുവരണം, ഒക്കെ കാര്യങ്ങളൊക്കെ ഫയലിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നപ്പോ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വൈകിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. നാളെ വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക്, ഉല്ലാസാറിലേക്ക് പോയി. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ സന്തോഷമായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോടും മനുഷ്യനോടും ഒക്കെ നന്ദിയുള്ളവളായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് ആയി പോരുന്ന സന്തോഷത്തിൽ, 36 ദിവസം കഴിഞ്ഞ് പോരുന്ന സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ആമേൻ. രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ വെള്ളം കൊണ്ടുവന്ന് കുളിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. വൈകിട്ട് കൊണ്ടുവച്ച ചായ ഒരു വായിക്ക ഒരു പ്രാവശ്യം ഇങ്ങനെ കുടിച്ചു, ഗ്ലാസ് എടുത്ത്. ഉള്ളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. ചായ ചെന്നിട്ടൊന്നുമില്ല, ചായക്കൊക്കെ മുമ്പ് തന്നെ, എന്റെ ചായ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഛർദ്ദിക്കണം എന്ന് തോന്നി. ഞാൻ എളുപ്പം ആ ചായ ഗ്ലാസ്സോടെ വെച്ചിട്ട് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചു. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഛർദ്ദിലും വയറ്റിളക്കം തുടങ്ങി. അങ്ങനെ എനിക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യാത്ത രീതിയായി. അപ്പോഴത്തേന് എന്നെ വന്ന് ബെഡൊക്കെ അങ്ങനെയുള്ള ബെഡൊക്കെ ആക്കി, അങ്ങനെ ബെഡിൽ തന്നെ എന്നെ ഗ്ലൂക്കോസും ഒക്കെ കയറ്റി ഇട്ടു. ഞാനിങ്ങനെ ഡോക്ടർമാരൊക്കെ വരാൻ തുടങ്ങി. ഒത്തിരി ട്രീറ്റ്മെന്റ് അവർ ചെയ്തു. ഒരു 11-12 മണി, 10 മണിക്ക് 8 മണിക്ക് ഡോക്ടർമാർ വന്നു, 10 മണിക്ക് വന്നു, ഒരു 12 മണിയായി കാണും. അപ്പോഴത്തേനെ എന്റെ നാവൊക്കെ കുഴഞ്ഞ് എനിക്ക് സംസാരശേഷിയൊക്കെ ഇല്ലാതായി, സംസാരിക്കാനൊക്കെ പറ്റാതായി. ഒട്ടും കണ്ണൊക്കെ തുറക്കാൻ വലിയ ബുദ്ധിമുട്ടായി. ഇങ്ങനെ വരുമ്പോ ഡോക്ടർ പറയുകയാണ്, എന്നെ നോക്കുന്ന ഡോക്ടർ പറയുകയാണ്,
അയ്യോ ഈ രോഗി രക്ഷപ്പെട്ടതാണ്, ഇപ്പൊ പിന്നെയും വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇന്ന് വരുമല്ലോ ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോകുവാൻ, ഇന്ന് പോകല്ലെന്ന് പറയണം, ഇവിടെ വെയിറ്റ് ചെയ്യണം, 12 മണിക്കൂർ ഒബ്സർവേഷന് വെക്കാം, അതിനുശേഷം നമുക്ക് ഇനി അടുത്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കാം. ഇങ്ങനെ പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രിയരെ, സ്തോത്രം. രാത്രി ഒരു 3:30 കാണും. അതെ, ഇത് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. ആ കാലഘട്ടങ്ങളിൽ ദൈവസഭകളിൽ പഠിപ്പിക്കുമായിരുന്നു, കർത്താവിന്റെ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത വ്യക്തി നിത്യതയിൽ എടുക്കപ്പെടുവാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ ശരീര രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന്. അത് കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ ഉള്ള കാലഘട്ടങ്ങൾ. ഞാന് പല പ്രാവശ്യങ്ങളിൽ 40 ദിവസം വരെ ഊസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉല്ലാസാറിൽ ഒരു ദേവദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും 40 ദിവസം ഇരിക്കും. ഒരു സഭയാണ്. അദ്ദേഹം ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ അവിടെ ഒക്കെ പോയിരുന്ന് 40 ദിവസം ഒക്കെ ഉപസിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. 7 ദിവസം 21 ദിവസം ഒക്കെ ഞാൻ ഉപസിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് രാത്രി ഒരു 3:30 കാണും. എന്റെ ബെഡിന്റെ അടുത്തേക്ക് ഞാന് ഡോക്ടർമാരാലും മനുഷ്യരാലും തള്ളപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പകൽ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ദൈവം കർത്താവെ, എന്റെ ഈ ഡെഡ് ബോഡി ഉല്ലാസാറിലേക്ക് കൊണ്ടുപോകരുത്. സ്തോത്രം. രണ്ടാമത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടും ഇല്ലല്ലോ, ഞാനപ്പോ നിത്യതയും എനിക്ക് കിട്ടത്തില്ലല്ലോ. സ്തോത്രം. ഈ 2 കാര്യം മാത്രം ഞാൻ കർത്താവിനോട് പറഞ്ഞു. അതെനിക്ക് ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. പിന്നെ രാത്രി 3:30 ആകുമ്പോൾ എന്റെ ബെഡിന്റെ അടുത്തേക്ക് 3 ദൈവദാസന്മാർ, ദൈവദൂതന്മാർ. അവരുടെ വസ്ത്രത്തിന്റെ നിറമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് 3 പേരുടെ കൈ ബൈബിൾ ഉണ്ട്. ആ ബൈബിൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, ചുമന്ന സൈഡിൽ ചുമന്ന ഗിൽറ്റുള്ള അത്രയും ബൈബിളാ. പക്ഷെ ബൈബിളിന്റെ കളറൊക്കെ നമുക്ക് പറയിക്കാൻ പറ്റത്തില്ല. ഇവര് കൈ ഉയർത്തി, ഒരു കയ്യിൽ ബൈബിൾ, ഇടത്ത് കയ്യിൽ ബൈബിള്, വലത്ത് കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിയ ദൈവത്തെ ആരാധിക്കുക. ഇവര് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാനും ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ആരാധിക്കുമ്പോൾ എന്റെ അടുത്ത് കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ഒരു ഗുജറാത്തി സ്ത്രീയാണ്. അവര് എളുപ്പം എഴുന്നേറ്റ് എന്ന് അതിന്റെ പാടിച്ചെന്ന് എന്റെ മേട്ടനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, അവരെന്തൊക്കെയോ സംസാരിക്കുന്നു, അവർ ഈ ലോകം വിട്ട് പോകാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാനിടയായി. അപ്പോൾ പറഞ്ഞു, അവരെളുപ്പം വന്നു. അവിടെ അന്നിരുന്ന ചിന്നമ്മ എന്ന് പറഞ്ഞ ഒരു മഠമായിരുന്നു. മർത്തോമ സമുദായത്തിൽ നിൽക്കുന്നുവെങ്കിലും പെന്തിക്കോസ് അനുഭവമുള്ള ദൈവകൃപയുള്ള ഒരു മാടമായിരുന്നു. സ്തോത്രം. എളുപ്പം ആ മേട്ടൻ പറഞ്ഞു, ഇല്ലില്ല, അവള് ദൈവത്തോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം സ്തോത്രം ഇങ്ങനെ എന്റെ ബെഡിൽ നിന്ന് ഞാനിങ്ങനെ പൊങ്ങി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ സ്വർഗമൊന്നും കണ്ടില്ല. സ്തോത്രം. ഇങ്ങനെ ശരീരം ഇങ്ങനെ ബെഡിൽ നിന്ന് ഉയർന്ന് ഒരു പൂമ്പാറ്റെ പോലെ ഉയർന്നു പൊങ്ങുന്ന ഒരവസ്ഥ. ഗ്ലോറി അങ്ങനെ ഒരു അവസ്ഥ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാനിടയായി. എളുപ്പം ഒരു 3/4 മണിക്കൂറോളം അങ്ങനെ ദൈവാത്മാവിൽ സംസാരിക്കാനിടയായി. അങ്ങനെ ഞാൻ ഇങ്ങനെ എളുപ്പം കണ്ണു തുറക്കുമ്പോൾ എന്റെ ചുറ്റും ആൾക്കാർ നിൽക്കുക, നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എളുപ്പം ഞാൻ തന്നെ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ഈ ഗ്ലൂക്കോസും മരുന്നും ഒക്കെ ഒന്ന് എടുത്ത് ഞാനൊന്ന് എഴുന്നേൽക്കട്ടെന്ന്. സ്തോത്രം. അവരെളുപ്പം അതെല്ലാം മാറ്റി എന്നെ ഒരു സിസ്റ്ററിനെ താങ്ങി എന്നെ ഇരുത്തി. ആമേൻ. എനിക്ക് വെള്ളമൊക്കെ തന്നു. ആമേൻ. ഞാന് ഭക്ഷിച്ച് പാനം ചെയ്ത ഏലിയാവ് ഭക്ഷിച്ച് പാനം ചെയ്തതുപോലെ എന്റെ കർത്താവിന്റെ ജീവനെ തിരികെ തന്നു. ജീവനെ മാത്രമല്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെയും ദൈവം നൽകി തന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടി ആ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് അന്ന് സ്തോത്രം പ്രവചനപരത്തോടും ദർശനങ്ങളും ഒക്കെ നൽകി തരുവാൻ ദൈവം എനിക്കിടയായി. അങ്ങനെ അതിനുശേഷവും 4-5 ദിവസം കൂടെ അവിടെ അഡ്മിറ്റ് ആയി കിടന്ന് 41-ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ എന്റെ ഭവനത്തിൽ പോകുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ അനവധി സംഭവങ്ങൾ, അനവധി ട്രെയിനിൽ നിന്നൊക്കെ വീണ് ഒന്നും പറ്റാതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഉദ്ദേശം ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടായിരുന്നു. സമയങ്ങൾ കടന്നു പോകുന്നല്ലോ. ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ആമീൻ, ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടണമെന്ന് ദൈവത്തിന് ആമീൻ ഉദ്ദേശമുണ്ടായിരുന്നു. അതൊന്ന് മാത്രമാണ് ഈ ഇങ്ങനെ പോയ തലങ്ങളിലൊക്കെ എനിക്ക് ഈ വിടുതലും ആശ്വാസവും ഒക്കെ പകർന്നു തന്ന് ആമേൻ സ്തോത്രം, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെ ആശ്വസിപ്പിച്ചതും എന്നെ കരുതിയതും ആമീൻ എന്നെ സ്നേഹിച്ചതും എല്ലാം ആമീൻ ഹല്ലേലൂയ എന്നെ കുറിച്ചുള്ള ഒരു വലിയ പദ്ധതി എന്റെ ദൈവത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അത് എനിക്ക് പിന്നീടാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ കാലങ്ങൾ നീണ്ടുപോയി. ആമീൻ, ആര് ദൈവദാസന്മാർ, പ്രവാചകന്മാർ ആര് വന്നാലും ആമീൻ ഞങ്ങളുടെ സഭയിലൊക്കെ വന്ന് എവിടെ പോയാലും എന്നോട് പറയും, നീ കർത്താവിന് വേണ്ടി വേർതിരിയണം. കർത്താവിന്റെ ഹല്ലേലൂയ, കർത്താവ് ഒരു ശുശ്രൂഷക്കാരിയായി നിന്നെ കണ്ടിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി വേർതിരിയണമെന്ന് എന്നോട് പറയുമ്പോഴൊന്നും എനിക്ക് എന്റെ ജോലി വിട്ടോ ആമേൻ ഒന്നും പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ജോലി വിട്ടൊന്നും ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. യിരെമ്യാവ് പറയുന്നില്ലയോ, യിരെമ്യാവ് 20:7 ഇങ്ങനെ പറയുന്നത്, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. സ്തോത്രം. ഞാൻ സമ്മതിച്ചതല്ല കേട്ടോ, എന്നെ സമ്മതിപ്പിച്ചതാ. ആമേ സ്തോത്രം. എനിക്ക് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ എന്റെ ജോലിയിൽ നിന്നും കിട്ടുന്നതിന്റെ ദശാംശമൊക്കെ കൊടുത്ത് കർത്താവിന്റെ വേലയൊക്കെ ഞാൻ ട്രാക്ട് കൊടുക്കുകയും ആരെ കണ്ടാലും സുവിശേഷം പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് എന്റെ ചെറുപ്രായം മുതലേ ഉണ്ട്. ഞാന് സ്തോത്രം ഒന്നുമില്ലായിരുന്ന സമയത്തും 25 രൂപ ബൈബിൾ സൊസൈറ്റി കൊടുത്തിട്ട് എനിക്ക് എത്രയും എടുത്തുകൊണ്ട് വരും അത്രയും ട്രാക്ട് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം ഡിവിഷൻ ചെയ്ത് വെച്ചിട്ട് ഓരോരോ ഏരിയയിൽ ഓരോരോ സൺഡേയിൽ പോയി കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്റെ വിശ്വാസവും എന്റെ സാക്ഷ്യവും ഒക്കെ ഞാൻ അവരോട് പറയുകയും ആമേൻ അവർ വിശ്വസിക്കുന്നവരിൽ ദൈവപ്രവൃത്തി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തികൾ നടന്നിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. സ്തോത്രം. അതൊക്കെ പിറ്റേ സൺഡേ വന്ന് സാക്ഷ്യം പറയുന്നതിനും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടതൊക്കെ പറയുന്നതും ആത്മാക്കൾ ദൈവസഭയിൽ വരുന്നതും ഒക്കെ അതൊക്കെ വലിയ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ അത്രയൊക്കെ മതി എന്നുള്ള ചിന്തയിൽ ഞാൻ എന്റെ ജീവിതം മുൻപോട്ട് നയിച്ചു. എന്നാൽ ഞാൻ എളുപ്പം പറഞ്ഞ് നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. 2009 സ്തോത്രം ഡിസംബർ മാസം 4-ാം തീയതി ആമേ സ്തോത്രം ഞാനൊരു വളരെ 2-3-4 മാസത്തിന് മുമ്പ് മുതൽ എന്റെ വയറിനകത്ത് ഭയങ്കര വേദനയാലും വളരെ അസ്വസ്ഥതയാലും ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ ചർച്ചിലുള്ള തന്നെ ഒരു സഹോദരി, ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ ഇവിടെ സെഞ്ചുറി റയോൺ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ മേട്രനായിട്ട് വർക്ക് ചെയ്യുകയാണ്. നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സഹോദരിയാണ്. എന്നോട് പറഞ്ഞു, മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, ഹോസ്പിറ്റലിലേക്ക് വാ, എന്താ അസുഖം എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ നല്ലൊരു ഗൈനോളജിസ്റ്റ് വരുമ്പം സിസ്റ്ററിനോട് പറയാം, അന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാം, വരണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാന് ഓക്കെ എന്ന് പറഞ്ഞു. 2009 ഡിസംബർ മാസം 4-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞാൻ ചെന്ന് എന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലായി ഞാൻ മാരകമായ ഒരു രോഗത്തിന് അടിമയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എളുപ്പം എന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കാൻ. എക്സ്റേ എടുത്തു. എക്സ്റേക്ക് ശേഷം പറഞ്ഞു സോണോഗ്രാഫി എടുക്കാൻ. സോണോഗ്രാഫി എടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, ബയോപ്സി അയക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല, ഇൻഫെക്ഷനായി. അതുകൊണ്ട് 15 ദിവസം മരുന്ന്, 1 മാസം മരുന്ന് കഴിക്കണം. 15 ദിവസം മരുന്ന് കഴിച്ചിട്ട് പിന്നെയും വന്ന് എക്സ്റേ സോണോഗ്രാഫി ഒക്കെ എടുത്തിട്ട് ഓപ്പറേഷന്റെ സമയം ദിവസം നമുക്ക് നിശ്ചയിക്കാമെന്ന് എന്നോട് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ ആമേ സ്തോത്രം, എക്സ്റേ ആമേ സോണോഗ്രാഫിയും അതിന്റെ റിപ്പോർട്ടും ആമേ സ്തോത്രം മരുന്നിന്റെ ലിസ്റ്റും എല്ലാം ഞാൻ കർത്താവിന്റെ കരത്തിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യുകയോ ജീവിക്കുകയോ മരിക്കുകയോ എനിക്കിത് രണ്ടും വിഷയമില്ല. സ്തോത്രം. ഞാനിതിന് ഓപ്പറേഷനും ചെയ്യുന്നില്ല, മരുന്നും ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കർത്താവേ. ആമേൻ. പക്ഷേ എനിക്ക് എന്റെ നിത്യത നഷ്ടപ്പെടരുത്. എനിക്ക് നിത്യതയിൽ ഞാൻ കാണപ്പെടണം. അത്രയും മാത്രം ഞാൻ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ അസഹ്യമായി തോന്നിയത് കൊണ്ട്
ഞാന് സ്തോത്രം ഈ വെള്ളത്തിൽ ഒഴിച്ചു കുടിക്കുന്ന ഒരു മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു തുള്ളി മരുന്ന്. അപ്പൊ അത് വാങ്ങിച്ച് വെള്ളത്തിൽ ഒഴിച്ചു കുടിക്കണമെന്ന് വിചാരിച്ചു. മറ്റു മരുന്നുകളൊന്നും ഞാൻ വാങ്ങിയില്ല. അങ്ങനെ ഞാൻ ആ മരുന്നിനെ കുറിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, നിനക്ക് ഇതിൽ വിശ്വാസമില്ലയോ എന്ന്. ഞാൻ ആ മരുന്ന് വാങ്ങിച്ച് 2009 മരുന്ന് വാങ്ങിച്ച് 2016 എന്റെ വീട് റിനോവേഷൻ ചെയ്തപ്പോഴാണ് ഞാൻ ആ മരുന്ന് എടുത്തു കളയുന്നത്. ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചില്ല കേട്ടോ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അതേ കർത്താവ്, എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വളരെ വേദനയിലൂടെ 2010, 2011, 2012 നവംബർ മാസം 18 വരെ സ്തോത്രം ഞാൻ വളരെ ഭാരത്തിലും വേദനയിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കൂടെ ഞാൻ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. 2012 നവംബർ മാസം 18 ആമേൻ, എനിക്ക് ഓഫീസിൽ ചെന്നപ്പോ ഇരിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളാലും വേദനകളാലും ഞാൻ ഭാരപ്പെട്ടു. എളുപ്പം ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ബോസിനോട് പറഞ്ഞു എന്നെ വിടത്തില്ല. ഞാൻ എന്റെ ഓഫീസിന്റെ ബോസിനോട് എന്നിട്ട് പറഞ്ഞു, മാനേജരോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് സുഖമില്ല. അദ്ദേഹം ഒരു യു പി കാരനായ മനുഷ്യനാ. അദ്ദേഹം ഓർത്തു ഞാനൊരു ലേഡിയല്ലേ, നീ പൊയ്ക്കോ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, പൊയ്ക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ അങ്ങനെ എളുപ്പം ബാഗ് എടുത്ത് വീട്ടിലേക്ക് വരുവാ. എനിക്ക് ട്രെയിനിൽ കയറി ട്രെയിനകത്ത് ഇരിക്കാനൊന്നും വയ്യാത്ത, വളരെ ഭാരത്താൽ വേദന കൊണ്ട് വയറൊക്കെ വീർത്ത് ഒരു ഡ്രസ്സ് പോലും, ഒരു ചെറിയ ഒരു നൈസ് തുണി പോലും ശരീരത്തിൽ ഇടാൻ പറ്റാത്ത വിധത്തിൽ ശരീരമൊക്കെ വീർത്ത് വളരെ ഭാരത്തിലായി. സ്തോത്രം. ആ രാത്രിയിൽ 12 മണിക്ക്, ഞാൻ ചുരുക്കമായി പറയട്ടെ, ഞാൻ ഇങ്ങനെ ഓർത്തു. ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ഞാന് പറയട്ടെ, അതിന് ഞാനൊരു ക്രോസിൻ പോലും കഴിച്ചിട്ടില്ല കേട്ടോ, ഇന്ന് വരെയും. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവിനെ സൗഖ്യമാക്കി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി 12 മണിയായി, വേദന വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ഭാരത്തിന്റെ അവസ്ഥയിലായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയാൽ എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. അപ്പ നിന്റെ കരങ്ങളിൽ ഞാൻ തരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്റെ ശരീരത്തിന് ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇരുന്ന വെളിച്ചെണ്ണ പാത്രത്തിൽ കൈയിട്ട് എന്റെ വയറെല്ലാം വെളിച്ചെണ്ണ കൊണ്ട് ഞാൻ വാരി പൊതിഞ്ഞു. സ്തോത്രം. അങ്ങനെ വാരി പൊതിയുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്നത് പോലെയും എന്റെ ശരീരത്തിൽ ഒരു കുളിർമ അനുഭവപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. കുളിർമ മാത്രമല്ല, ഞാൻ എളുപ്പം ഞാനിങ്ങനെ എന്റെ ബെഡ്റൂമിൽ ഞാനിങ്ങനെ ചെന്ന് കിടക്കെന്ന് പറയാൻ, കിടക്കാനൊന്നും പറ്റത്തില്ല. കാലൊക്കെ താഴോട്ട് വെച്ച് തലയണയൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വയറിന്റെ പുറത്തൂടെ ഒരു പക്ഷി ഇങ്ങനെ ചിറകട്ടടിക്കുന്ന, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ നാട്ടിൽ കോഴിക്കൂടൊക്കെ തുറക്കുമ്പം, കോഴിയൊക്കെ പിടിക്കുമ്പോ കോഴി ചിറകട്ടടിക്കുന്ന അതേ ശബ്ദത്തിൽ. എന്നിട്ട് ഞാൻ എന്റെ ചെവിക്കകത്ത് കേൾക്കുന്ന ഒരു വാക്യം ഇതായിരുന്നു, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവരതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഈ ശബ്ദം എന്റെ കാതിൽ ഇങ്ങനെ എന്റെ വയറിന്റെ മുകളിലെ ഇങ്ങനെ പക്ഷി ചിറകട്ടടിക്കുന്നത് പോലെ ശബ്ദവും എന്റെ കാതിൽ ഈ വാക്യവും ഞാനിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ഞാൻ ഹല്ലേലൂയ, സ്തോത്രം. നിമിഷ നേരത്തിനുള്ളിൽ ഞാൻ ഉറങ്ങി. ദൈവത്തിന് ഉറങ്ങിയോ മയങ്ങിയോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് രാവിലെ 6 മണിക്ക്. ഞാൻ എളുപ്പം നോക്കിയപ്പോ 6 മണിയായി. ഞാൻ എളുപ്പം എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി എളുപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ചിലപ്പോ ചായ കുടിക്കാൻ നോക്കിയപ്പോ എന്റെ വയറൊക്കെ ചുട്ടി, വയറിന് വേദനയില്ല, യാതൊരു അസ്വസ്ഥതയുമില്ല. സ്തോത്രം. എന്നാൽ ശരീരത്തിന് അത്ര ബലമില്ലായിരുന്നു. ഞാൻ എളുപ്പം ചായ കുടിക്കാനായിട്ട് നോക്കിയപ്പോ ഈ തൊണ്ടയുടെ ഇവിടെ വരെ വന്നു. പിന്നെ എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഭയങ്കര നീറ്റലോ വേദനയോ ഒക്കെ തോന്നി. ചായ ഒന്നും പിന്നെ കുടിച്ചില്ല. അങ്ങനെ കടലിൽ കയറി കിടന്നു. 9 ദിവസം ഒരേ കിടപ്പ് കിടന്നു. ആരെ കഞ്ഞിയോ വെള്ളമോ തന്ന ചിലപ്പോഴൊക്കെ ഇച്ചിരിച്ച് കുടിക്കും. ആരെയും കയ്യിൽ പിടിച്ചു വേണം എന്നെ എന്റെ കാര്യവാദികൾക്ക് വേണ്ടി കൊണ്ടുപോകുവാൻ. അങ്ങനെയൊക്കെയുള്ള ഒരു 9ാമത്തെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, നീ എന്നെ സൗഖ്യമാക്കി. എന്റെ വയറ്റിലെ വേദന പോയി. എന്റെ വയറ്റിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, സോണോഗ്രാഫി എടുത്തപ്പോ 13 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു എന്റെ യൂട്രസിന്റെ പുറത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇൻഫെക്ഷനൊക്കെ ആയത്. ദൈവത്തിന് സ്തോത്രം. എന്നാ ഞാൻ പറയട്ടെ, ഞാൻ നോക്കിയപ്പോ എന്റെ വയറെല്ലാം
ചുട്ടി, വേദനയില്ല, ഒന്നുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ എനിക്ക് സൗഖ്യം തന്നു, പക്ഷെ എനിക്കിപ്പോൾ എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല, എന്റെ കാര്യാദികൾ പോലും ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല, എന്നെ ഈ ബെഡിൽ കിടത്തുവാനാണോ എന്ന് ഞാൻ ചോദിക്കുവാനിടയായി. ആമേൻ. എന്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു, നീ നിന്നെ തന്നെ എനിക്കായി സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആ 9ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഞാൻ എന്നെ തന്നെ എന്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, ശബാരാധ, എന്റെ കർത്താവിനായി സമർപ്പിക്കുവാൻ, ജീവിതത്തിൽ എന്ത് വന്നാലും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും മുൻപോട്ട് വെച്ച കാലം പുറകോട്ട് വലിക്കാതെ ദൈവസന്നിധാനത്തിൽ ആ പകൽക്കാലം സമർപ്പിക്കുവാനിടയായി. അങ്ങനെ ഞാൻ സമർപ്പിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സീലിംഗ് പൊട്ടി വലിയൊരു പ്രകാശം, ഹല്ലേലൂയ, ശക്തിയോടെ ഉണ്ടാവാ എന്റെ ശരീരത്തിന്റെ മേൽ വരുവാനിടയായി. അങ്ങനെ സ്തോത്രം, അതെനിക്ക് ജീവനായിരുന്നു, അതെനിക്ക് ബലമായി, ജീവനായി, ആരോഗ്യമായി, സൗഖ്യമായി. ആമേൻ, സ്തോത്രം, പുതിയ സൃഷ്ടിയായി ഞാൻ അത് തീരുവാനിടയായി. ആമേൻ. അന്ന് വരെ എനിക്ക് തന്നെ ഒരു ലിഫ്റ്റിൽ കയറാൻ പോലും പേടിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നതായിരുന്നാലും ആമേൻ, ബിൽഡിങ്ങിന്റെ താഴെ ചെന്നിട്ട് ആരെങ്കിലും ഓഫീസിലോട്ട് കയറി പോകാൻ നേരത്ത് ലിഫ്റ്റ്, ഞങ്ങൾക്ക് വാച്ച്മാനൊന്നും ഇല്ല, ലിഫ്റ്റിൽ ആളില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. ആരെങ്കിലും ആൾക്കാർ വരും, കാരണം ഓഫീസുള്ള ബിൽഡിംഗ് ആണല്ലോ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു, കാരണം എനിക്ക് തന്നെ ഒരു ലിഫ്റ്റിൽ കയറാന് അന്ന് എല്ലായിടത്തും ലിഫ്റ്റ് ഒന്നും അധികം ഉള്ളടവില്ല. ഇപ്പൊ എല്ലായിടത്തും ലിഫ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയും പോലും എനിക്ക് ധൈര്യവും ഉറപ്പും ഉള്ള വ്യക്തി ആയിരുന്നില്ല. എന്നാൽ അന്ന് മുതൽ എനിക്കറിയത്തില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ധൈര്യവും ഉറപ്പും ശക്തിയും ബലവും എല്ലാം ദൈവം എന്നെ മേൽ പകർന്നു. ജോലിയെല്ലാം പൂർണ്ണമായി വിട്ടു. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാൽ ആദ്യം ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഹിന്ദി മീഡിയം DTH ചില മാസങ്ങൾ പഠിക്കാനിടയായി. എന്നാൽ അതിനുശേഷമായിട്ട് ദൈവത്തിന്റെ ഒരു ദൈവ ശബ്ദത്തിന് മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി BTH-ഉം MD-യും എടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 2012 നവംബർ മാസം 18-ാം തീയതി മുതൽ ഡിസംബർ മാസം മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ജോലിയും വിട്ട് പൂർണ്ണ സമയം, രാത്രിയെന്നില്ല പകലെന്നില്ല, എന്നെ കർത്താവ് എവിടെയൊക്കെ അയക്കുന്നു, ഏത് ദേശത്ത് അയക്കുന്നു, എന്റെ കർത്താവ് എന്നോട് എന്ത് പറയാൻ പറയുന്നുവോ അത് ആരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചെയ്യുവാൻ ഇന്ന് വരെ എന്റെ കർത്താവിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സാക്ഷ്യത്തെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികള് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ തളർത്ത് കളയാനല്ല. പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ ഒരു പടി കൂടെ ദൈവസന്നിധി നിലനിർത്തുവാനാണ്. സ്തോത്രം. ആമേൻ. പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേൻ, മരുഭൂമിയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നാം ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. തളർന്നു പോകരുത്. മരുഭൂമിയുടെ അനുഭവത്തിൽ ശക്തിയോട് നിൽക്കുന്നുവെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന്, ഹല്ലേലൂയ, ശക്തിയും കൃപയും പകർന്ന് നമ്മെ നടത്തുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം അതിശയകരമായി, അത്ഭുതകരമായി, ജോലി ചെയ്ത നാളിനേക്കാളിൽ ശ്രേഷ്ഠകരമായി കർത്താവ് അടിയങ്ങളെ പോറ്റുന്നു, പുലർത്തുന്നു, നടത്തുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ആ കരങ്ങളിൽ ഞാൻ എന്നെ സമ്പൂർണമായി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് ആ വിഷയത്തിന് മുമ്പിൽ ഇന്ന് വരെയും ഒരു ക്രോസിൻ പോലും കഴിക്കുവാനും, പിന്നീട് ഒരു ഡോക്ടർ പിന്നെ പലരും പറഞ്ഞു സോണോഗ്രാഫി എടുക്ക, എക്സ്റേ എടുത്ത് നോക്ക. ഞാൻ പറയുന്ന കർത്താവ് സൗഖ്യം തന്നെ, ഇനി ഞാൻ എന്തിനാണ് സോണോഗ്രാഫിക്ക് പോകുന്നത്, ഇനി ഞാൻ എന്തിനാണ് എക്സ്റേ എടുക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെയും യാതൊരു അസ്വസ്ഥതകളും കൂടാതെ ഇന്ന് വരെ ദൈവം എന്നെ നടത്തി. എല്ലാത്തിനായി ഞാൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. അനേക കാര്യങ്ങൾ ആമേൻ എനിക്ക് പറയുവാനുണ്ട്. എഴുതിയാൽ തീരാതെ വണ്ണവും പറഞ്ഞാൽ തീരാതെ വണ്ണവും ഈ ജീവിതയാത്രയുടെ മധ്യത്തിൽ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ജീവിതാന്ത്യം വരെ ഈ കർത്താവിന് വേണ്ടി നിലനിന്ന് ആമേൻ, അവന്റെ നല്ല സാക്ഷിയായി ഹല്ലേലൂയ ആ ജീവകിരീടം പ്രാപിക്കുവാൻ ആമേൻ, പൗലോസ് പറയുന്നത് പോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് അത് തന്റെ പ്രത്യക്ഷ പ്രിയം വെച്ച് ഏവർക്കും ഉള്ളതായിരിക്കുക. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, ആ പ്രത്യാശയോട് ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ സമയം അനുവദിച്ചു തന്നെ ഇത്രത്തോളം സമയം ആമേൻ സ്തോത്രം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവദാസനെ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ ഞാൻ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹകരമായി തീരട്ടെ. ഈ നസ്രയത്തിന്റെ വഴികൾ എന്നുള്ള ഈ പ്രോഗ്രാം
അനേകം ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങൾ എന്നെ സമർപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ ഞാൻ ഈ പ്ലാറ്റ്ഫോം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, ആമേൻ ഈ ഹല്ലേലൂയ ഇത്രത്തോളം സമയം അങ്ങയുടെ സന്നിധി കർത്താവേ, ആമേൻ ഈ നസ്രേത്തിന്റെ വഴി എന്ന ഈ പ്രോഗ്രാമിലൂടെ ആമേൻ എന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. സത്യമായി ആമേൻ നഷ്ടമായി ആമേൻ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും സകലതും അറിയുന്ന ദൈവത്തിന്റെ സന്നിധി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷ്യവാചകങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം തന്ന എല്ലാ ഹല്ലേലൂയ നടത്തിപ്പുകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ഇത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ, പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ പാറിപ്പോകാതെ പതറിപ്പോകാതെ വിശ്വാസം വിട്ടുപോകാതെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ആമീൻ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് ചുറ്റും യുദ്ധം നേരിട്ടാലും ഒരു ഹല്ലേലൂയ സ്തോത്രം ആമീൻ അവൻ എന്റെ പാറയും എന്റെ കോട്ടയും എന്റെ ശരണവുമായതുകൊണ്ട് എന്റെ ദൈവത്തെ കത്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആമീൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് ഇന്നത്തെ പ്രഭാതത്തില് ഈ സാക്ഷ്യവും ഈ വചനവും ആമീൻ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ആമീൻ ആമീൻ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവദാസനെ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതിലൂടെ ദൈവത്തിന്റെ ആമീൻ വചനങ്ങളും സാക്ഷ്യങ്ങളും പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. എല്ലാം തിരുനാമമഹത്വത്തിനാക്കി കർത്താവ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയെ കേട്ടത് കൊണ്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ആഴ്ചയോ തന്നെ യേശു അപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിനായി ദൈവത്തിന് നന്ദി. സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം നസ്രേന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുഞ്ഞുമോളാന്റിയോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമുക്ക് കടന്നു വരാം. അതുവരെ അത്യുന്നത ചെറുകടി നമ്മൾ ഏവരെയും കർത്താവ് മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു.